അമ്പലത്തിൽ ദേവിനെ തൊഴാനായിട്ട് പോയ എന്നെ ദേഹത്ത് കയറി പിടിച്ചു. കുറച്ചു പേര് വട്ടം കൂടി നിന്നു. നമ്പർ ചോദിച്ചിട്ടും കൊറ്റംകുളങ്ങര വിളക്കെടുപ്പിനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ട് കാണുമല്ലോ. അതായത് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കാനാണ് അവിടെ പോയി പല ആൾക്കാരും, അതായത് ആണുങ്ങൾ അവിടെ ചെന്ന് പെൺവേഷം കെട്ടിയിട്ട് വിളക്കെടുക്കുന്നത്. അപ്പൊ കൂടുതലായിട്ട് അവിടെ പോകുന്നതെന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. സോ അവിടെ എല്ലാ വർഷവും ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ അവിടെ വരാറുമുണ്ട്. അപ്പൊ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനിപ്പം ജാസിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ജാസി നിങ്ങൾക്കറിയാലോ, നമ്മുടെ പൊന്നു സഖി. ആ ജാസിയെ കുറച്ച് ആൾക്കാരെല്ലാവരും കൂടെ തടഞ്ഞു വെച്ചിട്ട് കുറച്ച് സദാചാര പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ വിളക്കെടുത്താൽ മാത്രമേ അവിടെ തൊഴുവാൻ പറ്റൂ, അല്ലെങ്കിൽ അവരുടെ നാടിന് അത് ദോഷമാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ വന്ന് കുറച്ച് ആൾക്കാർ വന്നിരുന്നു സംസാരിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോകാം. വിളക്കെടുക്കാൻ വന്ന ആള് നിങ്ങൾ ഒരുങ്ങി വന്ന ആളല്ല, വിളക്കെടുക്കാൻ വന്ന ആള് അവിടെ എനിക്കറിയാം. വിളക്കെടുക്കാൻ വന്ന ആളാ. ഞാൻ ഒരുങ്ങി, ഞാൻ ഇതുപോലെയുള്ള പരമനാറികളൊക്കെ നമ്മൾ എന്താ വിളിക്കേണ്ടത്? വിളക്കെടുത്താൽ മാത്രമേ തൊഴുവാൻ പറ്റത്തുള്ളൂ. എന്താ അവിടെ അല്ലാതെ തൊഴുവാൻ പറ്റത്തില്ലേ? എന്തോന്നടേ ഇതൊക്കെ? ഒരുപക്ഷെ ഇനി ഈ പറയുന്ന സദാചാര ആൾക്കാർക്ക് ജാസിയെ നല്ല രീതിയിൽ അറിയായിരിക്കും. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. പോരാത്തന്ന് ജാസിയുടെ മതമായിരിക്കാം ഇമാർക്കൊക്കെ മേ ബി പ്രശ്നമായിട്ടുണ്ടായിരുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആരെങ്കിലുമൊക്കെ വന്ന് സംസാരിക്കൂ. വിളക്കെടുക്കാത്ത എത്രയോ ആൾക്കാർ അവിടെ വന്ന് തൊഴുകുന്നുണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര മോശമാണ് കാണിക്കുന്നത്. കാര്യം ഒരാളെ എത്രത്തോളം മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാവോ അത്രത്തോളം പരിപാടിയാണ് ഇവന്മാർ ഇത് കാണിച്ചു വെക്കുന്നത്. വിളക്കെടുക്കാൻ വന്ന ആള് റോഡിൽ പോയിട്ടുണ്ട്. ഞാൻ പകത്തിനെ തൊഴാൻ വേണ്ടി ഇപ്പൊ വന്നേ ഉള്ളൂ ഞങ്ങള്. ഉണ്ടായിരുന്നു, ഇപ്പൊ പോയതാള്. ഇവന്മാരെയൊക്കെ എന്തിനാണ് ബോധിപ്പിക്കുന്നത്? നമ്മളൊരു നാട്ടിൽ അവിടുത്തെ ആ ഒരു അമ്പലത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെയുള്ള നാട്ടുകാരെയൊക്കെ നമ്മൾ ബോധിപ്പിക്കണോ? നമ്മൾ അവിടെ തൊഴുകുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ നാടിനും കൂടെ ചീത്തപ്പേരാണ് ഈ നാറികളൊക്കെ കാരണം കാണിച്ചു വെക്കുന്നത്. ഒരാൾ അവിടെ വന്നിരുന്ന് തൊഴുവാനായിട്ട് വരുവാണ്. കാര്യം അവിടെ പ്രത്യേകിച്ച് എന്താണ്, നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ, മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പല ആൾക്കാരും വന്ന് തൊഴുകുന്നത്. പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡേഴ്സ് ആണ് കൂടുതലായിട്ട് വരുന്നത്. കാര്യം ജാസി ഇതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ ട്രീറ്റ്മെന്റിൽ ഇരിക്കുവാണ്, എനിക്ക് വിളക്കെടുക്കാൻ പറ്റത്തില്ലെന്ന് വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട്. എന്നിട്ട് അതുപോലെ ഓമാര് മനസ്സിലാക്കാതെയാണ് ഇങ്ങനെയുള്ള ഡയലോഗ് അടിക്കുന്നത്. നിങ്ങളെ വീഡിയോസ് ഒന്ന് കാണിച്ചു കൊടുക്കും. ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കാം. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ വ്യക്തിയാണ്, അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. സ്ത്രീയായി മാറിയ വ്യക്തിയാണ്. ഞങ്ങളുടെ നാടിനാണത് ദോഷം വരുന്നതെന്ന്. എന്താണാവോ ഇത്രയും ദോഷം വരുന്നത്? അവരുടെ ഒരു ആഗ്രഹമല്ലേ അവരവിടെ വരികയും അവിടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തത്. അതിന് ഇത്രയും അങ്ങ് ദോഷം വരാൻ എന്തുവാണ് നാടിന്? ഇവിടെ അതിലും വലിയ പ്രശ്നങ്ങൾ ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. എന്തുവാടെ ഇതൊക്കെ? ഏത് നൂറ്റാണ്ടിലെ ഇവന്മാരൊക്കെ ജീവിക്കുന്നത്? ഇത് വേറെ ഒന്നുമില്ല, ജാസ്തി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെന്നറിയാം. അങ്ങനെ ഉള്ളൊരു കടിയാണ് ഈ കാണിക്കുന്നത്. കാര്യം ഭയങ്കര തോന്നിവാസമാണ് ഇതൊക്കെ. കാര്യം ഒരാളെ നമ്മൾ തടഞ്ഞു വെച്ചിട്ട് കൂട്ടം ചേർന്ന് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നത് അത്ര ശരിയുള്ള ഒരു പരിപാടിയല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാര്യം തോന്നിവാസങ്ങളല്ലേ കാണിക്കുന്നത് ഇതൊക്കെ എങ്ങനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? അവിടെ നിൽക്കുന്ന ആൾക്കാരല്ലേ അതും കണ്ടുകൊണ്ട് കൈയും കെട്ടിയിരിക്കുന്നത്. അത് അങ്ങനെ കുറേ എണ്ണം കഷ്ടം തോന്നുന്നു. എന്തായാലും ഒക്കെ ഇവിടെ കാണാം. ഞാന് നോർമലി നമ്മള് സോഷ്യൽ മീഡിയ നമുക്ക് സന്തോഷമാണ്. വളരെ വളരെ നല്ല. പക്ഷേ പബ്ലിക്കിൽ നിങ്ങൾ വിളക്കായിട്ട് വരുന്ന ആളാണ്, മനസ്സിലായോ? അതൊരു ഐതിഹ്യത്തിന് വളരെ മോശമാണ്. അതുകൊണ്ടാ പറഞ്ഞത്. വിളക്കെടുത്തില്ലെങ്കിൽ അവരുടെ ഐതിഹ്യത്തിനൊക്കെ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എൻ്റെ അമ്മോ, കൊള്ളാം. എന്തായാലും അവിടെ എത്ര ആൾക്കാർ വരുന്നുണ്ടെന്നറിയാം. ഞാൻ വേറെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ വിളക്കെടുക്കാതെ തന്നെ ഇതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് ആർക്കും ഇല്ലാത്തൊരു പ്രശ്നമാണ് ഈ ജാസിയെ കണ്ടപ്പോൾ ഇവർക്കുള്ളൊരു പ്രശ്നം.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മതഭ്രാന്തൊക്കെ തലയ്ക്ക് കയറി പിടിച്ച് കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയൊക്കെ ആയിട്ടാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം കുറേ കമൻസുകൾ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് ഇടയാവുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ദയ ഗായത്രി ഈ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ദയ പണ്ട് നടന്ന ഒരു ഇൻസിഡന്റ് പറയുന്നുണ്ട്. അതായത് പുള്ളിക്കാരത്തേക്ക് ഈ ഒരു അമ്പലത്തിൽ ചെന്ന സമയത്ത് വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം നേരിട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനൊന്നും ആർക്കും യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ എന്തായാലും അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. തൊഴാൻ പോണെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് ഉണ്ടായൊരു മോശം അനുഭവം എന്ന് പറയുന്നത്, ഞാൻ അമ്പലത്തിലെ സർജറിക്ക് ശേഷം തൊഴാൻ പോയപ്പോൾ എൻ്റെ മേത്ത് കയറിയ ആളുകൾ പിടിച്ചു. അത് പലതരം മനുഷ്യരുണ്ട്. ഇപ്പൊ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ശരി, ഇനി സിസ്ജെൻഡർ സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒക്കെ പലതരം മനുഷ്യരുണ്ട്. അത് കൊലപാതകങ്ങളും പിടിച്ചുപറിക്കാരും ഇത്തരത്തില് മേത്തുകയറി പിടിക്കുന്ന ആൾക്കാരും പലതരം മനുഷ്യരുണ്ട്. അത്തരം താല്പര്യമുള്ള ആളുകൾ തമ്മിൽ എന്തോ ആവുന്നത് പോലെയല്ല. ഇത്തരം വിഷയങ്ങളോട് താല്പര്യമില്ലാതെ അമ്പലത്തിൽ ദേവിനെ തൊഴാനായിട്ട് പോയ എന്റെ ദേഹത്ത് കയറി പിടിച്ചു. കേട്ടല്ലോ, ആ അമ്പലത്തിൽ തന്നെ പോയപ്പോൾ ഉള്ള ഒരു അനുഭവമാണ് ഈ ഒരു പെൺകുട്ടി ഷെയർ ചെയ്തത്. ദേഹത്ത് കയറി പിടിച്ചു എന്ന്. അന്നേരം ഈ സദാചാരം ആൾക്കാരൊക്കെ എവിടെ പോയി? നിനക്കൊക്കെ ഉളുപ്പുണ്ടോ? വന്നിരുന്നിട്ട് ഒരാളെ തടഞ്ഞു നിർത്തിയിട്ട് വിളക്കെടുത്ത് കഴിഞ്ഞാൽ തൊഴുവാൻ പറ്റൂ, അവരുടെ നാടിന് ദോഷം വരും, അവിടെ തൊഴുവാൻ വരുന്നവരുടെ ശരീരത്തിൽ കയറി വേറെ ആൾക്കാർ കയറി പിടിക്കുമ്പം യവന്മാർക്കൊന്നും പറയണ്ട. അവന്മാർക്കൊക്കെ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. കുറച്ചുപേര് വട്ടം കൂടി നിന്നു, നമ്പർ ചോദിച്ചിട്ടും അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു സംഭവം ഏതാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഞാൻ ഉത്സവ സമയങ്ങളിൽ അവിടെ തൊഴാൻ പോകാത്തത്. എനിക്ക് ഉത്സവങ്ങളും അല്ലെങ്കിൽ പൂരപ്പറമ്പും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതൊക്കെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ കൊറ്റത്തമ്പലത്തിൽ പോയിട്ട് എനിക്ക് 2 വട്ടം, എൻ്റെ ആഫ്റ്റർ മൈ സർജറി ഞാൻ 2 വട്ടം അവിടെ തൊഴാൻ പോയപ്പോഴും എനിക്ക് ഇത്തരം മോശം അനുഭവമാണ് ഉണ്ടായത്. ഇത്രയും സദാചാരം പറയുന്ന ആളുകൾ, ഇപ്പൊ ജാസി അവിടെ തൊഴാനായിട്ട് വന്ന സമയത്ത് ഇത്തരം രീതിയിൽ പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലെ മനുഷ്യരുടെ മേഘത്ത് കയറി പിടിക്കുന്ന, അല്ലെങ്കിൽ അമ്പലം പോലെ അല്ലെങ്കിൽ അത്രയും വിശ്വാസമുള്ള പരിശുദ്ധമായുള്ള സ്ഥലത്ത് തൊഴാൻ വരുന്ന ഒരു ഭക്തരുടെ അടുത്ത് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കുന്ന ആളുകൾക്കെതിരെ റിയാക്ട് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? സത്യമാണ്. കാര്യം ഇവന്മാർക്ക് ഇതിനൊന്നും ഒരു പ്രശ്നമല്ല. അവിടെ വരുന്നവരുടെ ദേഹത്ത് കയറി പിടിച്ചതിനകത്തൊരു പ്രശ്നമല്ല. അവിടെ ജാസി ചെന്ന് വിളക്കെടുത്തില്ല. അതാണ് ഇവന്മാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. എന്നിട്ട് അവരുടെ നാടിന് ദോഷം വരുമെന്ന്, വിളക്കെടുത്താൽ മാത്രമേ തൊഴുവാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ എവിടുത്തെ നിയമോടെ? ഇതൊക്കെ യവന്മാരായിട്ട് തന്നെ അടിച്ചുണ്ടാക്കുന്നതായിരിക്കും ഇതൊക്കെ. യവന്മാരൊക്കെ ആ നാട്ടിൽ നിന്ന് തന്നെ എത്രയും പെട്ടെന്ന് ഓടിക്കാൻ നോക്കുക. ഇവനൊക്കെ ആ നാട്ടിന് തന്നെ ശാപമാണ്. ഇതുപോലുള്ള നാറകളായിരിക്കും നിങ്ങളുടെയൊക്കെ നാട്ടിന് ഇതപേരുണ്ടാക്കുന്നത്. കാര്യം ഒരു മര്യാദ വേണ്ടേ? ഒരാളെ തടഞ്ഞു നിർത്തിയിട്ട് എല്ലാവരും കൂടെ കൂട്ടം കൂടി സംസാരിക്കുക. ജാസിയുടെ ആ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ഒരു വീഡിയോക്കകത്ത് കാണാൻ പറ്റും. ജാസി സോഷ്യൽ മീഡിയ കാണിക്കുന്ന പല കാര്യങ്ങളിനകത്തോട്ട് വ്യക്തിപരമായിട്ട് കുറെ ആൾക്കാർക്ക് യോജിപ്പില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ജാസിയുടെ ഭാഗത്ത് ന്യായമുണ്ട്. അത് ആദ്യമേ മനസ്സിലാക്കുക. കാര്യം ഒന്നും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ അവിടെ മിണ്ടായിരിക്കുന്നത്. കുറച്ച് ആൾക്കാരെല്ലാവരും കൂടെ ചുറ്റിന് കൂടി നിർത്തിയിട്ട് വിളക്കെടുത്ത് കഴിഞ്ഞാൽ തൊഴുവാൻ പറ്റൂ. എല്ലാത്തിനും അടിയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ചെയ്യേണ്ടത്. സംസാരിക്കാത്ത എന്താണ്? ഞാൻ ഒരു അമ്പലത്തിലെ ഞാൻ കണ്ടിട്ടില്ല. അതൊന്നും നാടിന് ദോഷമേ അല്ലേ? ഞാൻ ഇന്നേ വരെ കൊറ്റംകുളങ്ങര അമ്പലത്തിലെ ഉത്സവത്തിന് ഇതേവരെ പോയിട്ടില്ല. അല്ലാതെ കൊറ്റംകുളങ്ങര അമ്പലത്തില് തൊഴാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇപ്പൊ നെഞ്ചുമ്പള കൂടെ ആണെങ്കിലും ശരി. പണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം ടു കൊല്ലം വഴി ട്രിവാൻഡ്രം ടു എറണാകുളം വരെയാണ് കാറിലാ വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങി പ്രാർത്ഥിച്ചിട്ട് തന്നെ വരുള്ളൂ. അപ്പം അത്രയും വിശ്വാസമുള്ള ഒരു ഇടം തന്നെയാണ്. പക്ഷെ ഉത്സവത്തിന് ഞാൻ പോയിട്ടില്ല. കാരണം എന്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. കാരണം ഉത്സവത്തിന് നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മളെ അടുത്ത് പലരും കാണിക്കുന്ന അപ്രോച്ചസ് അത് ഭയങ്കര വിയേർഡാണ്. അപ്പൊ അത് കാരണം എനിക്ക് ഒന്നാമത് എനിക്ക് ക്രൗഡ് അതൊക്കെ ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു സ്പേസ് ആണ്. ഇങ്ങനെ ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളൊക്കെ കുറെ നേരം ഒന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെ കൂടിയാണ് ഞാൻ പോവാത്തത്. പക്ഷെ അങ്ങനെ അവിടെ വന്നിട്ടുള്ള ഒരാൾക്ക് ഇത്തരത്തിലുള്ള മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ സദാചാര ബോധം തന്നെയാണ് എന്ന് ഉന്നയിച്ചുകൊള്ളുന്നു. കാരണം ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാൻ പോയിട്ടില്ലാത്തൊരു സ്ഥലമാണ് അത്. എനിക്ക് പേഴ്സണലി അങ്ങനെ ദൈവവിശ്വാസമൊന്നും ഇല്ലാത്തൊരാളായത് കൊണ്ടും പിന്നെ ഈ പറഞ്ഞ രീതിയിൽ അവിടുത്തെ ഐതിഹ്യം അനുസരിച്ച് പുരുഷാംഗനന്മാരാണ് വിളക്കെടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് കൂടിയായിട്ടാണ് ഞാൻ അവിടെ പോവാത്തത്. പക്ഷെ ഒരു അമ്പലം എന്ന നിലയിൽ അവിടെ ആൾക്കാർക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല, തൊഴാൻ പാടില്ല, അങ്ങനത്തെ നിയമങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അല്ല, ഈ ഇൻസിഡന്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാനവിടെ തൊഴാൻ ചെന്നപ്പോൾ കുറച്ച് ആളുകൾ അവരെന്റെ അടുത്ത് വന്നിട്ട് നേരത്തെ കുറച്ച് ആളുകൾ വന്ന് നമ്പറൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കാണ്ട് ഞാൻ മുമ്പോട്ട് ഞാൻ അവിടെ തൊഴാൻ പോയിരിക്കുന്നതാ. ഞാൻ ആൾക്കാരെ കാണാനോ അല്ലെങ്കിൽ ആണുങ്ങളെ കാണാനോ വേണ്ടിയിട്ടല്ല അമ്പലത്തിൽ പോയിട്ടുള്ളത്. അപ്പൊ കുറച്ച് പേര് വന്ന് നമ്പറൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ മൈൻഡ് പോലും ചെയ്യാനാണ് ഞാൻ അവിടെ പോകുന്നത്. അപ്പൊ കുറച്ച് ആളുകൾ കൂട്ടം കൂടിയിട്ട് വന്നിട്ട് എന്റെ അടുത്ത് ഇതുപോലെ ഇതല്ലേ ഇങ്ങനെയൊക്കെ സംസാരിച്ചു. ഞാൻ ഭയങ്കര തറപ്പിച്ച് നോക്കിയാണ് ചെയ്തത്. അവിടെ ഞാൻ അവിടുന്ന് തിരിച്ചു പോന്നു. അപ്പൊ എനിക്കിപ്പോ ജാസ്തിയുടെ വീഡിയോ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റി. സോ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേര് വേറെ ഉണ്ടാവും. വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം ആ അമ്പലം എന്ന് പറയുന്നത് പിന്നെ എന്തിനാണ് വെച്ചിരിക്കുന്നത്? പ്രാർത്ഥിക്കാനാണ്. എല്ലാവർക്കും ഓരോരുത്തരുടെ ഓരോ വിശ്വാസങ്ങളുണ്ട് ഓരോരുത്തർക്ക്, അല്ലേ?
അപ്പോൾ ഓരോരുടെ വിശ്വാസങ്ങളും അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും നടക്കണം എന്നുള്ള രീതിയിലാണ് അവർ ആ ഒരു അമ്പലത്തിൽ വരുന്നത്. അന്നേരം ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു പോക്കൃത്തരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പറയേണ്ടത്? ഇനിയെങ്കിലും കഴിവതും അവിടെ വരുന്ന ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെയൊന്നും കാണിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. കാര്യം ഭയങ്കര മോശമാണ്. കാര്യം മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യാതിരിക്കുക. അവർ വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും അവിടെ വരുന്നത്. അത് വിളക്കെടുത്താൽ മാത്രമേ തൊഴുവാൻ പറ്റൂ. അത് മാത്രമല്ല, ഇല്ലെങ്കിൽ നാടിന് ദോഷമാണ്. ഇങ്ങനെയൊക്കെയുള്ള സംസാരമാണ് നമുക്കൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.